ഇത് പുറത്ത് ഇതിനേക്കാളും വില കുറഞ്ഞ തീറ്റ കിട്ടൂലോ? വില കുറഞ്ഞ തീറ്റ കിട്ടുന്നുണ്ട്. അതിന് മായം ചേർക്കൽ. കപ്പയുടെ തൊലിയുണ്ട്, കറുത്ത തൊലി മിക്സ് ചെയ്ത് വരുന്ന സാധനമാണ് ഇത്. അതിന്റെ കളർ ബ്ലാക്ക് കളറായി. ഇത് നമ്മുടെ വെള്ളക്കപ്പയാണ്. വെള്ളക്കപ്പ എന്ന് പറയുമ്പോൾ അതിന്റെ അംശങ്ങൾ ചേർന്ന് അത് മഞ്ഞ. ഇവിടെ കപ്പ വണ്ടി വന്നപ്പോ വേറെ കുറച്ച് ആൾക്കാർ വന്നല്ലേ, മണം പിടിച്ചു വന്നിട്ടുണ്ട്. അതിന്റെ മണം പിടിച്ചത് അവിടെ കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട്. പശുക്കള് ആ വണ്ടി അടിച്ചപ്പോ തന്നെ വന്നത്. ഇത്രയും നേരം അങ്ങേ സൈഡിലായിരുന്നേ. ഇതാണ് ചേട്ടൻ പറഞ്ഞ സാധനം. ഇതിന്റെ അത് കപ്പയുണ്ട്, ചോളത്തിന്റെ തൊണ്ട്, നമ്മൾ മുന്നേ കാണിച്ച ബീറിന്റെ ചണ്ടി. അപ്പൊ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ രണ്ടുപേരും ഉണ്ട്, ഞാനും ഉണ്ട്, ഹസ്ബൻഡും ഉണ്ട്. ഇവിടെ പാലക്കാട് ഗോപാലപുരത്ത് ഒരു ഫാമിന്റെ വീഡിയോ ചെയ്യാൻ വന്നതാണ്. അപ്പൊ ഈ ഫാമിന്റെ വീഡിയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോ ഞങ്ങളുടെ ഒരു സ്വഭാവം അനുസരിച്ച് ഞങ്ങൾ ഒന്ന് കറങ്ങി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു 2-3 ഫാം കൂടി ഒന്ന് കാണാൻ പറ്റുമോ, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും തീറ്റയുടെ കാര്യങ്ങളൊന്നും അറിയാൻ പറ്റുന്നൊക്കെ അറിയാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് കറങ്ങിയപ്പോഴാണ് ഒരു മിക്സ്ഡ് തീറ്റയുടെ ഒരു സംഭവം കാണുന്നത്. അതിന്റെ പേര് വിഷ്ണു ട്രേഡേഴ്സ് ആണ്. അതും ഗോപാലപുരത്ത് തന്നെ കേട്ടോ. അപ്പൊ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി കഴിഞ്ഞപ്പോ അവിടെ ഒരു മുതലാളി ഉണ്ട്, പിന്നെ കുറച്ച് തൊഴിലാളികളുണ്ട്. അവിടെ ഇങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഞാൻ നോക്കി കഴിഞ്ഞപ്പോ നമ്മുടെ കേരളത്തിലെ പല ക്ഷീര കർഷകരും ഇപ്പോ മറ്റ് പല തീറ്റകളും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പല തീറ്റകളും വേണ്ടെന്ന് വെക്കാണ്. എന്നിട്ട് ഈ മിക്സ്ഡ് തീറ്റ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ക്ഷീരമേഖലയിൽ ഇങ്ങനെ ഒരു മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ചാനലിലൂടെയും ഒരു മിക്സ് തീറ്റ ഒന്ന് പരിചയപ്പെടുത്തിയാൽ കൊള്ളാം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് കാണുന്നത്. അപ്പൊ എന്തായാലും നമ്മൾ ജസ്റ്റ് ഒന്ന് കേറി. അപ്പൊ ഒരു വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കേറിയിരുന്നു. അപ്പൊ വീഡിയോ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും ജസ്റ്റ് ഒന്ന് കേറി കാണാം. ഈ വീഡിയോ എന്തായാലും നമ്മുടെ ക്ഷീരകർഷകർക്ക് ഏറ്റവും പ്രയോജനകരമായിരിക്കും. ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് കണ്ടെത്തിയൊരു വീഡിയോ ആണ്. അപ്പൊ പരമാവധി വീഡിയോ ഷെയർ ചെയ്യാനാണ്, പരമാവധി വീഡിയോ കാണാൻ ശ്രമിക്കുക. എന്നിട്ട് പരമാവധി വീഡിയോ ഷെയർ. അപ്പൊ നേരെ നമുക്ക് വീഡിയോക്ക് പോകാന്നല്ല, നമുക്ക് നേരെ ഫാക്ടറിയിലേക്ക് പോവാം. ഈ കാണുന്ന ബോർഡ് കണ്ടിട്ട് നമ്മൾ നിർത്തി. പിയർ വേസ്റ്റ് ഉണ്ട്, പിന്നെ കപ്പയുടെ വേസ്റ്റ് ഉണ്ട്, ചോളം ഉണ്ട്, പിന്നെ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പൊ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അപ്പൊ ലോഡ് ഇറക്കണം നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ചേട്ടൻ ദേ നിൽക്കുന്നതാണ്. അപ്പൊ ചേട്ടനോട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ. അപ്പൊ ചേട്ടന്റെ പേരെന്താ? മനോജ്. അപ്പൊ തീറ്റ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തരാം. ഓക്കെ. അപ്പൊ ഇതാണ് ഇതിന്റെ മിക്സ് തീറ്റ അല്ലെ, പാക്ക് ചെയ്തത്. അപ്പൊ ഇതിലൊക്കെ എന്തൊക്കെ അടങ്ങിയിരിക്കണേ? ഓക്കെ. ഇതെന്താ ചേട്ടാ? ഇത് ബീർ ചണ്ടി. ബീർ മാൾട്ട് എന്ന് പറയും. ഇതിലിപ്പോ എന്തൊക്കെയാ? ശർക്കര, ഗോതമ്പ്, ബാർലി, ശർക്കര, ചോളത്തിന്റെ തൊണ്ട്, പച്ചരി, അങ്ങനെ ഉള്ള ഒരു ഐറ്റം. ഇതൊന്നും എടുത്ത്. ഓക്കെ. ഓ, ഇവിടെ വെച്ചത് ഇത് നമ്മൾ അൺലോഡ് ചെയ്യും. ഈ തൊട്ടി ഫിൽട്ടർ ആണ്. അപ്പൊ നമ്മൾ ഈർപ്പം കളഞ്ഞിട്ടാ ബാക്കി ഈ തീറ്റ കൊടുക്കുക. ഇതൊരു പ്രൊഡക്റ്റ്. ഇത് തനിച്ച് ഈ ബീർ പാക്ക് ചെയ്തിരിക്കുന്നതാ. സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതാണ് നമ്മൾ ഇവിടെ വെച്ചാണ് നമ്മളെല്ലാം മിക്സ് ചെയ്യുന്നത്. കഴിഞ്ഞ് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ. ഇതിനകത്ത് ഇപ്പൊ കപ്പ അല്ലെ? ഇപ്പൊ ഇതിനകത്ത് കപ്പ, വൈറ്റ് കപ്പ, ചോളത്തിന്റെ തൊണ്ട്, ബാർലി. ഞാൻ എടുക്കുവാണേ, എടുത്തോളൂ. ഓക്കെ. ഇതാണ് ചേട്ടൻ പറഞ്ഞ സാധനം. ഇതിന്റെ അത് കപ്പയുണ്ട്, ചോളത്തിന്റെ തൊണ്ട്, നമ്മൾ മുന്നേ കാണിച്ച ബീറിന്റെ ചണ്ടി, നെൽത്തവിട്, മൊളാസിസ്, മഞ്ഞപ്പൊടി, ഉപ്പ്, എല്ലാ ഐറ്റംസും ഉണ്ട്. മഞ്ഞപ്പൊടിയുടെ മണമാണ് നല്ല. മഞ്ഞപ്പൊടി മീൻസ് മഞ്ഞപ്പൊടി അല്ലാതെ നമ്മുടെ പച്ച മഞ്ഞൾ അരച്ച് അതിൽ നിന്ന് കിട്ടുന്ന മഞ്ഞപ്പൊടിയാണ്. സാധാരണ നമ്മൾ കറിക്ക് യൂസ് ചെയ്യുന്ന മഞ്ഞപ്പൊടി അല്ല, പച്ച മഞ്ഞൾ അരച്ച് അതിൽ നിന്ന് എസൻസ് എടുത്ത് അതിന്റെ ചണ്ടിയാണ്. അപ്പൊ ഇതാണ് ചാക്കിരിക്കുന്നത്. ഇതിപ്പോ എത്ര കിലോ ചേട്ടാ? ഇത് 40 കിലോ ബാഗ്. 40 കിലോ പാക്കാണ്. ഇതിപ്പോ പാക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. നമ്മൾ കുറച്ച് ഈർപ്പം ഉള്ളതുകൊണ്ട് നമ്മൾ ഒരു പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉള്ളിൽ വരുന്നു. അതിപ്പോ ഇങ്ങനെ പാക്ക് ചെയ്ത് ടൈറ്റ് ചെയ്ത്. അപ്പൊ പൂപ്പൽ അങ്ങനെ ഒരു കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ശരിക്കും ഈ തീറ്റ മഴക്കാലത്ത് കൊടുക്കാൻ പറ്റുമോ? മഴക്കാലത്ത് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ചുക്ക് ആഡ് ചെയ്യും. അങ്ങനെ. അപ്പൊ ഡൈജഷൻ പ്രോബ്ലം ഉള്ള മഴ സമയത്ത് പശുക്കൾ ഡൈജഷൻ ഉണ്ടാവും. അപ്പൊ നമ്മൾ ചുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രശ്നം തീരും. അപ്പൊ എത്ര നാൾ വരെ ശരിക്കും ഇത് ഉപയോഗിക്കാൻ പറ്റും? നമ്മൾ 28 ദിവസം ഗ്യാരണ്ടി കൊടുക്കും. അപ്പൊ ഇത് പുറത്ത് ഇതിനേക്കാളും വില കുറഞ്ഞ തീറ്റ കിട്ടൂലോ? വില കുറഞ്ഞ തീറ്റ കിട്ടുന്നുണ്ട്. അതിന് മായം ചേർക്കൽ. കപ്പയുടെ തൊലിയുണ്ട്, കറുത്ത തൊലി മിക്സ് ചെയ്ത് വരുന്ന സാധനമാണ് ഇത്. അതിന്റെ കളർ ബ്ലാക്ക് കളറായി. ഇത് നമ്മുടെ വെള്ളക്കപ്പയാണ്. വെള്ളക്കപ്പ എന്ന് പറയുമ്പോൾ അതിന്റെ അംശങ്ങൾ ചേർന്ന് അത് മഞ്ഞ കളറായി. മഞ്ഞപ്പൊടി, ചോളത്തിന്റെ തുണ്ടെല്ലാം ചേർന്ന് മഞ്ഞ കളർ. അപ്പം ഇതാണ്
ഒറിജിനൽ ആ തൊലി ചേരുന്ന സമയത്ത് ബ്ലാക്ക് കളർ. അപ്പൊ നമുക്ക് ഇതിന്റെ അകത്ത് പെല്ലറ്റ് ഒഴിവാക്കാൻ പറ്റുമോ? പെല്ലറ്റ് ഒഴിവാക്കാൻ പെല്ലറ്റ് വില കൂടിയ കാലിത്തീറ്റകൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതാണ് ഇതിന്റെ പ്രത്യേകത. നമ്മൾ ഇതിന് ഗ്യാരണ്ടി 2 ലിറ്റർ പാല് കൂടുതൽ കിട്ടും എന്നുള്ള ഗ്യാരണ്ടിയും കൂടെ തരും. ഇതിപ്പോ എന്തോരം കൊടുക്കേണ്ട വരും? 4 കിലോ വരെ കൊടുക്കാം. അത് ഓരോ പശുവിന്റെ കറവയ്ക്ക് അനുസരിച്ചുണ്ടാവും. 2 നേരമായിട്ട് 10 രൂപയിൽ താഴെ ഇതിന്റെ പ്രൈസ് വരുന്നത്. 10 രൂപയിൽ താഴെ. മറ്റേത് പെല്ലറ്റ് എന്ന് പറയുമ്പോൾ 32 രൂപ വരും. ഇത് 10 രൂപയിൽ താഴെ. അപ്പൊ കർഷകർ മിക്കവരും ഞങ്ങളോട് പറയണേ പല തീറ്റകളും 365 ദിവസം കിട്ടുന്നില്ലെന്ന്. അപ്പൊ ഇത് 365 ദിവസം ഈ തീറ്റ കിട്ടുമോ? 365 ദിവസം കിട്ടും. അതെങ്ങനെയാ, നമ്മൾ ഓരോ ജില്ലയിൽ ഓരോ ഏജൻസി ഉണ്ട്. അങ്ങനെ മാക്സിമം ഒരു 50 ബാഗ് എടുക്കുന്നവർക്ക് അവിടെ ഇറക്കി കൊടുക്കും. കുറഞ്ഞ ബാഗ് ഒരു 5 ബാഗ് 10 ബാഗ് എടുക്കുന്നവർക്ക് ആ ഏജൻസിയായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവരവിടെ ഇറക്കി കൊടുക്കും. അപ്പൊ കേരളത്തിൽ എല്ലായിടത്തും ഇത് അവൈലബിൾ. തിരുവനന്തപുരം വരെ എല്ലാ സ്ഥലത്തും നമുക്ക് ഏജൻസി. ഒരു 50 ബാഗ് വേണമെന്നുണ്ടെങ്കിൽ മുന്നേ ഒരു ദിവസം മുന്നേ വിളിച്ചാൽ ഇവിടുന്ന് ഡെയിലി ലോഡ് പോകും. അതായത് ഡയറക്റ്റ് വന്ന് എടുക്കാം, പിന്നെ അതുകൊണ്ട് ഏജൻസി വഴി എടുക്കാം. ഇത്ര നേരമുള്ള ഇപ്പൊ ഞാൻ ക്യാമറ ബാക്കിലായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വില കേട്ടിട്ട് സ്തംഭിച്ചു പോയി. അതായത് കിലോക്ക് 10 രൂപ താഴെ, 10 രൂപ പോലും ആവണില്ല, 10 രൂപ താഴെ. അതെ, വളരെ വില കുറവിലാട്ടോ. അപ്പൊ നീ കാണുന്നത് ഇവിടെ ഒരു ലോഡ് ഇപ്പൊ കേട്ടിക്കൊണ്ടിരിക്കാൻ. ഈ കാണുന്ന ലോഡ് കണ്ട, ഇത് ട്രിവാൻഡ്രത്തേക്കുള്ള കാണാൻ ലോറി വന്ന് നിൽക്കുന്ന ട്രിവാൻഡ്രത്തേക്ക് കൊണ്ടുപോകണം. ഇതെല്ലാം റെഡിയാണ്, ഇവിടെ എല്ലാം പക്കയായിട്ട് റെഡിയാണ്. അപ്പൊ ഇവര് പറഞ്ഞതനുസരിച്ച് 365 ദിവസവും ഈ കാറ്റിൽ ഫീഡ് ലഭ്യമാണ്. അതും കേരളത്തിൽ എവിടെ, അതാണ് പ്രത്യേകത. അതായത് ഇപ്പൊ ട്രിവാൻഡ്രം ഭാഗത്ത് ഇതിപ്പോ ഇവിടുന്ന് ഈ കാണുന്ന ലോഡ് ട്രിവാൻഡ്രത്തേക്കാണ് പോണത്. അതായത് ട്രിവാൻഡ്രം ഭാഗത്ത് പോലും 365 ദിവസവും ഈ ഒരു കാറ്റിൽ ഫീഡ് കിട്ടും. കാരണം വെച്ചാൽ ഇവർക്ക് ഒരുപാട് ഏജന്റുമാർ അവിടെയുണ്ട്. ഇതിപ്പോ ഞങ്ങൾ ചെല്ലുന്നിടത്ത് മിക്ക ഷിഗ്രേഷനും പറഞ്ഞു വരുന്നുണ്ട്. അതായത് ഇപ്പൊ ഇങ്ങനെ ഒരുപാട് മിക്സ് തീറ്റകൾ വരുന്നു, അത് ചിലപ്പോൾ ഒരു 6 മാസം കഴിയുമ്പോഴേക്ക് പിന്നെ അതിന്റെ ഒരു അവൈലബിലിറ്റി, അതിന് ഒരു ലഭ്യത ഇല്ലാണ്ടാകുന്നു എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇതിൽ അങ്ങനെ ഉണ്ടാവില്ല. കാരണം വെച്ചത് ഇതിപ്പോ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത്രയും പാക്കറ്റുകൾ, ഇത്രയും ലോഡ് ഇതിപ്പോ ട്രിവാൻഡ്രത്തേക്ക് ഇപ്പൊ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ പറഞ്ഞ ട്രിവാൻഡ്രത്തോട്ട് ഈ ഒരു ലോഡ് പോകുന്നത്. അതിന്റെ അർത്ഥം ഇപ്പൊ ഒരു വർഷം 365 ദിവസവും ഒരു വർഷം ഫുള്ളായിട്ട് ഈ ലോഡ് അവിടെ എത്തും. കാരണം ഇവർക്ക് നല്ല ഏജൻസി അവിടെ ഉണ്ട്. അപ്പൊ അവിടെ നമ്മുടെ ട്രിവാൻഡ്രത്തേക്കുള്ള ലോഡ് കയറ്റിക്കൊണ്ടിരിക്കാട്ടാ. അപ്പൊ ഇവിടെ ഒരു ലോറി വന്ന് കിടപ്പുണ്ട്. അത് കപ്പപ്പൊടിയാന്ന് പറഞ്ഞു. കപ്പപ്പൊടിയാട്ടാ അത്. അതെന്തായാലും നമുക്ക് കണ്ട് മനസ്സിലാക്കാം. ഇതിലിപ്പോ നേരത്തെ പറഞ്ഞ കണക്കാണെങ്കിൽ കപ്പയുണ്ട്, കപ്പയുടെ തോല് കൂടിയ ഒരു കറുത്ത പൊടിയുണ്ട്. അപ്പൊ ഇതിൽ ശരിക്കും ഒറിജിനൽ എന്ന് പറഞ്ഞാൽ കപ്പപ്പൊടി, അതായത് വെളുത്ത ആ ഒരു നിറം എന്ന് പറഞ്ഞു. അപ്പൊ അതില് മഞ്ഞപ്പൊടിയും എല്ലാം കൂടി വരുമ്പോഴാണ് ചെറിയൊരു മഞ്ഞപ്പ് വന്നത്, അല്ലെങ്കിൽ കറുത്ത കളറാന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും അതൊന്ന് കണ്ട് ഒന്ന് മനസ്സിലാക്കാം, അതിന്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാം. ഇവിടെ പൊടികൾ കുറെ ഉണ്ടായിരുന്നു, അടിച്ച് തൂത്ത് വൃത്തിയാക്കിയിട്ടാണ്. ഇതിപ്പോ കപ്പ വണ്ടിയാണ്. ഈ കപ്പ വണ്ടി വന്നപ്പോ വേറൊരാൾ വന്നിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അതിന്റെ മണം പിടിച്ചത് അവിടെ കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട്. കണ്ട പശുക്കള് വണ്ടി അടിച്ചപ്പോ തന്നെ അതിന് വന്നത്. ഇത്രയും നേരം അങ്ങേ സൈഡിലായിരുന്നേ. എന്തായാലും വണ്ടിക്കകത്തുള്ള കപ്പപ്പൊടി നല്ലതാണോ എന്ന് നമുക്ക് നോക്കില്ല, അതാണ് നമ്മുടെ മെയിൻ. അപ്പൊ ഇത് ഓപ്പൺ ചെയ്യാൻ പോവാണ്, നമുക്ക് എന്തായാലും നോക്കാട്ടോ. അതിന്റെ ഷീറ്റൊക്കെ പതുക്കെ ഒന്ന് കുറഞ്ഞപ്പോ തന്നെ താഴെ വീണ് കുറച്ച്. അത് വെള്ളപ്പൊടിയാ അല്ലെ? അത് വെള്ളപ്പൊടിയാണ്. അതൊക്കെ വെള്ളപ്പൊടി. അതെ നോക്കിടി, അടിപൊളി അല്ലേ, നല്ല വെള്ളപ്പൊടി. അപ്പൊ കപ്പപ്പൊടി ഇതാണ്. ഇത് എടാ വെള്ള കളർ, നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ വെള്ള കളറ്. പിന്നെ അന്ന് ഞാൻ മണത്ത് നോക്കട്ടെ. കപ്പ തന്നെയാ. അപ്പൊ ഇതാണ്. ഇതില് തോലുണ്ടാവില്ല, കറുത്ത കളർ ഒന്നുമില്ല, പ്യുവർ ആയിട്ടുള്ള. ഇതിന് മഞ്ഞപ്പൊടിക്ക് വരുമ്പോഴാണ് ആ മഞ്ഞ കളറായിട്ട് വരുന്നത്. ഇത് കുറച്ചുകൂടി ഡ്രൈ ആവുന്നില്ല പറഞ്ഞല്ലേ? അതെ, എന്തായാലും ഈ തീറ്റ അടിപൊളിയായിട്ടുണ്ട് അല്ലേ? അതെ. അതായത് 1 കിലോയ്ക്ക് 10 രൂപ താഴെ ഇതിപ്പോ വരുന്നുള്ളൂ. പിന്നെ ആ മാത്രല്ല മിക്സ് തീറ്റയാണ്. നമുക്ക് അത്യാവശ്യം ഒരു പശുവിന് ആവശ്യമുള്ള 8 ഘടകങ്ങൾ എന്തിലുണ്ട്. അപ്പൊ അതിന്റെ മിക്സിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടു, പാക്കിംഗ് കണ്ടു, പിന്നെ ലോഡിങ് കണ്ടു. ഇതിപ്പോ പുതിയൊരു ലോഡ് വന്നതിനെ കണ്ടു. അപ്പൊ എന്തായാലും നമുക്ക് ഇവരുടെ കോൺടാക്ട് നമ്പർ ഒന്ന് ആവശ്യമാണ്. അതെ, നമുക്കൊന്ന് ചോദിക്കാം. ഓഫീസ് അവിടെയാണ്. അപ്പൊ അവിടെ ഓഫീസ് ഉണ്ട് കേട്ടോ. ഒരു വിസിറ്റിംഗ് കാർഡ് ഒന്ന് വാങ്ങിച്ചേക്കാം. അപ്പം
ഇതാണ് ഇതാണ് വിസിറ്റിംഗ് കാർഡ് അല്ലേ? ഓക്കെ 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 ഓക്കെ. ഇതിന്റെ ഇതിലെല്ലാം ഡീറ്റെയിൽസ് നമ്പർ ഇതിലപ്പോ കൊടുത്തിരിക്കുന്ന നമ്പർ അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ ഞങ്ങളുടെ ചാനൽ ഇട്ടേക്കാം. അപ്പം ആവശ്യമുള്ളവര് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ താങ്ക് യു കേട്ടാ. താങ്ക് യു. ഓക്കെ. ആ കാണുന്ന ഒരു ബോർഡ് കണ്ടിട്ട് ജസ്റ്റ് കയറിയതാട്ടോ. അപ്പോഴാണ് നമ്മൾ ഈ കാഴ്ചയെ കാണുന്നത്. ഒറിജിനല് എങ്ങനെയാണ് ഒരു മിക്സ് തീറ്റ ഉണ്ടാക്കണേന്നുള്ള കാര്യം ഇപ്പൊ സത്യത്തിൽ ഈ ഒരു വീഡിയോയിലൂടെ ഈ വീഡിയോ കാണുന്ന ഒരാൾക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നെ ഈ ഒരു കാലിത്തീറ്റയുടെ പ്രത്യേകതയായിട്ട് ഞങ്ങൾക്ക് എടുത്തു പറയാനുള്ളത് വെറും 10 രൂപ താഴെയാണ് 1 കിലോയ്ക്ക് റേറ്റ് വരുന്നുണ്ട്. ഇത് ഒരു പ്രത്യേകത തന്നെയാണ്, എവിടെയും പറയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 30-32 രൂപയാണ്. അത് കർഷകരെ സംബന്ധിച്ച് വലിയ ഒരു പ്രശ്നം തന്നെയാണ്. എവിടെ ചെന്നാലും ഏത് ക്ഷീരകർഷകനും പറയും ഇപ്പൊ തീറ്റയ്ക്ക് ഭയങ്കര വില കൂടുതലാണ്. ഇപ്പൊ ക്ഷീരകർഷകൻ അധ്വാനിക്കുന്നതെല്ലാം തീറ്റയിലേക്ക് പോകുന്നു എന്നുള്ള സംഭവമാണ്. അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ നമ്മളും ഇതിപ്പോ ഇതിനൊരു പ്രതിവിധി എന്താണെന്ന് ഇങ്ങനെ പലപ്പോഴും ആലോചിക്കാറുണ്ട്. പലരും ഞങ്ങൾ വിളിച്ചിട്ടുണ്ട് എന്തെങ്കിലും തീറ്റ ഉണ്ടോ എന്ന്. പക്ഷെ ഞങ്ങളത് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഇന്ന് ഞങ്ങൾ ഇറങ്ങി. അപ്പോഴാണ് ഈ കാണുന്ന ബോർഡ് കണ്ടത്. അതായത് ആ വഴിയാണ് ഞങ്ങൾ വന്നേട്ടാ. ആ കാണുന്ന വഴിയാണ് ഞങ്ങൾ വന്നത്. അപ്പോഴാണ് ഈ ബോർഡ് കണ്ടത്. അങ്ങനെയാണ് നമ്മൾ ഇവിടെ നിന്ന് കയറിയത്. എന്തായാലും കയറിയത് അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇവരുടെ ഒരു നമ്പർ ഞങ്ങൾ കൊടുത്തേക്കാം. നമ്മൾ വിസിറ്റിംഗ് കാർഡൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു വീഡിയോ പരമാവധി എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. കാരണം വെച്ചാൽ പശു വളർത്തുന്നവർക്ക് ഇത് ഏറ്റവും ഉപകാരപ്പെട്ട വീഡിയോ ആയിരിക്കും. അതായത് മിക്സ് തീറ്റ നമ്മുടെ കേരളത്തിലെ ക്ഷീരകർഷകരെ സംബന്ധിച്ച് ഏറ്റവും ഉപകാരപ്രദമായിരിക്കും അല്ലെ? അപ്പൊ നമ്മുടെ ഈ വീഡിയോ ഒന്ന് പരമാവധി ഷെയർ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ.